Mi Band 6 സംഭവം അടിപൊളിയാണ്. പക്ഷേ ഇതിൻ്റെ പ്രൈസിങ് അത് ആപ്റ്റായിരുന്നോ? ഈ വീഡിയോയിൽ Mi Band 6ൻ്റെ അൺബോക്സിങ്ങും എൻ്റെ ഇനീഷ്യൽ ഇംപ്രഷൻസും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ Mi Band ഡിവൈസാണ് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇതൊരു നല്ല അപ്ഗ്രേഡ് ആണോ? അതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായങ്ങൾ പറയാം. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് Arcks Tech Edu. ആദ്യമേ അൺബോക്സിങ്ങിലോട്ട് വരാം. Mi Band 6ൻ്റെ പാക്കേജിങ് നല്ല ക്ലാസ് ആയിട്ടുണ്ട്. ഒരു Xiaomi ഡിവൈസ് ആണിത് എന്ന രീതിയിൽ തന്നെ നല്ല ഷൈനി ആയിട്ടുള്ള ഗ്ലോസി ആയിട്ടുള്ള പാക്കേജിംഗ് ആണ് നൽകിയിട്ടുള്ളത്. Mi 10, 11 സീരീസിലുള്ള ഡിവൈസുകളിലൊക്കെ നമ്മൾ കണ്ട പോലത്തെ ഒരു പാക്കേജിംഗ് ആണ്. Mi Band 6നുള്ള ഓരോ പ്രത്യേകതകളെക്കുറിച്ചും നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഫീച്ചറുകളെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. ഇനി നമുക്ക് അൺബോക്സിങ്ങിലോട്ട് പോകാം. ബോക്സ് തുറക്കുമ്പോഴേക്കും നമ്മൾ ഫസ്റ്റ് ഗ്രീറ്റ് ചെയ്യുന്നത് Mi Band 6 തന്നെയാണ്. കയ്യിലെടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും Mi Band 3 ഉപയോഗിച്ച അതേ ഒരു ഫീലിംഗ് തന്നെ. ഒത്തിരി വെയിറ്റ് ഒന്നും പറയാനില്ല. ഇനി ബോക്സിൽ അടുത്തതായിട്ട് നമുക്ക് ലഭിക്കുന്നത് ഒരു ചെറിയ ചാർജിങ് കേബിളാണ്. ബട്ട് ഇതൊരു അപ്ഗ്രേഡ് തന്നെയാണ്. പ്രത്യേകിച്ച് ഞാൻ Mi Band 3യിൽ നിന്ന് വരുന്നതുകൊണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റിക് പിന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറയുന്നത് ഇതിനു മുന്നേ ഉള്ള ബാൻഡുകളൊക്കെ അത് ആ ഒരു ക്യാപ്സ്യൂൾ ബാൻഡിൽ നിന്ന് ഊരിയതിന് ശേഷം വേണമായിരുന്നു ചാർജ് ചെയ്യാനായിട്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കാര്യം. ആ മാഗ്നറ്റിക് പിൻ ഒന്ന് ചെറുതായിട്ട് പ്ലഗ് ചെയ്താൽ മതി. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റാണ്. നന്നായിട്ടത് ഉറച്ചവിടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കൺവീനിയൻ്റ് ആണ്. കാരണം ഇതിനു മുന്നേ ഈ ബാൻഡിൻ്റെ ക്യാപ്സ്യൂൾ ഊരുക ഇടുക തന്നെ ഒരു നല്ല തലവേദന തന്നെയായിരുന്നു. ബട്ട് ഇപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടില്ല. ഇതിന് ശേഷം നമുക്ക് ആ ബോക്സിൽ ലഭിക്കുന്നത് ഒരു യൂസർ ഗൈഡാണ്. യൂസർ ഗൈഡെന്നൊന്നും പറഞ്ഞാൽ പോരാ, അത് ശരിക്കും പറഞ്ഞൊരു ഡിക്ഷണറിയുടെ സൈസ് ഉണ്ട്. എന്തിനാണ് ഇത്രയും വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇൻ്റർനാഷണൽ വേരിയൻ്റ് ആണ്. അപ്പോൾ ഒത്തിരി ലാംഗ്വേജിലുള്ള ഒരു യൂസർ ഗൈഡ് തന്നെയാണ്. ഇത് തന്നെയാണ് ഇന്ത്യയിലും കിട്ടുന്നതെന്ന് തോന്നുന്നു. 2 വർഷത്തിന് മേലെയായി ഞാൻ Mi Band 3 ഉപയോഗിക്കുകയായിരുന്നു. അപ്പോൾ Mi Band 3യിൽ നിന്ന് Mi Band 6ലോട്ട് വന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസ് വളരെ ഷോർട്ടായിട്ട് ഞാൻ പറയാം. രണ്ടും തമ്മിൽ ഒത്തിരി സൈസ് ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുന്നവർ സൈസിൻ്റെ കാര്യം ഓർത്ത് പേടിക്കേണ്ട. ബട്ട് ഡിസ്പ്ലേ സൈസിൻ്റെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ Mi Band 6ന് ഓഫ് കോഴ്സ് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. Mi Band 5നേക്കാളും ഏകദേശം 50% ബെറ്റർ ഡിസ്പ്ലേ ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു വിഡ്ത്ത് കൂടിയിട്ടുണ്ട്. പക്ഷേ നമുക്കങ്ങനെ ഒത്തിരി കാണാൻ കഴിയില്ല, അതങ്ങനെ അറിയത്തില്ല. അതിന് തീർച്ചയായിട്ടും ഷവോമിയുടെ ഡിസൈൻ ടീമിന് ഒരു കയ്യടി കൊടുത്തേ പറ്റൂ. അതുപോലെ തന്നെ Mi Band 3യിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴേക്കും ഇച്ചിരി തിക്നെസ് Mi Band 6നുണ്ട്. കാരണം അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് സെൻസേഴ്സൊക്കെ ഉള്ളതുകൊണ്ടാണ്. ബട്ട് അതും നമുക്ക് അരോചകമാകുന്ന ഒരു പ്രശ്നമാവുന്നില്ല. ഓവറോൾ ഡിസൈൻ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻസും അതുപോലെ തന്നെ അൺബോക്സിങ് എക്സ്പീരിയൻസും. ഈ ഡിവൈസ് മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഉപകാരം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഇനി പറയാം. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് Mi Band 6 ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യൂസ്ഫുള്ളായിട്ട് തോന്നിയ 3 ഫീച്ചറുകളെക്കുറിച്ച് പറയാം. Mi Band 6ൻ്റെ ഫീച്ചറുകളെക്കുറിച്ച് തന്നെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഉണ്ട്. കാരണം അത്രമാത്രം ഫെസിലിറ്റീസ് ഈ കുട്ടി ഡിവൈസിലോട്ട് Xiaomi കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാമത്തെ ഫീച്ചർ ഈ ഡിവൈസിൻ്റെ ഡിസ്പ്ലേയും ടച്ച് റെസ്പോൺസുമാണ്. Mi Band 6നാണ് Mi Band സീരീസിൽ തന്നെ ഏറ്റവും വലിയ ഡിസ്പ്ലേ വരുന്നത്, 1.56 ഇഞ്ച്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൻ്റെ ക്വാളിറ്റിയാണ്. AMOLED ഡിസ്പ്ലേ ആണ്. 326 പിക്സൽസ് ഉണ്ട് ഓരോ ഇഞ്ചിലും. 326 ppi എന്ന് പറയുമ്പോൾ ഒരു സ്മാർട്ട് ഫോൺ ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയുടെ ഒപ്പം വരും. ഇനി ടച്ച് റെസ്പോൺസ് ആണെങ്കിൽ ബട്ടറി സ്മൂത്ത്. ഈ ഒരു ക്ലാസ്സിൽ നിന്ന് അല്പം ഒന്ന് സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ടുണ്ട് Xiaomi. ഒരു ബാൻഡ് സീരീസിൽ നമ്മൾ ഇത്ര നാൾ എൻജോയ് ചെയ്ത ആ ഒരു രീതിയല്ല. വളരെ ഫ്ലൂയിഡിക്കാണ്, വളരെ സ്മൂത്താണ്. ഒരു സ്മാർട്ട് വാച്ചിൽ നമുക്ക് എങ്ങനെയാണോ ടച്ച് റെസ്പോൺസ് ലഭിക്കുന്നത് അതുപോലെ തന്നെ. രണ്ടാമത്തെ സംഗതി ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസാണ്. Mi Band 4, 5ൽ നിന്നൊക്കെ ഒത്തിരിയേറെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഒരു മിനിമലിസ്റ്റിക് മോഡേൺ ഡിസൈനാണ് UIയിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ആർക്കും ഇഷ്ടപ്പെടും. യൂസർ ഇൻ്റർഫേസ് സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ അടിപൊളിയാണ്. ഒത്തിരി കസ്റ്റമൈസേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ കസ്റ്റമൈസേഷനുള്ള ഓപ്ഷനും ഇഷ്ടം പോലെയുണ്ട്. പ്രോപ്പറായിട്ട് ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ഒരു മിനി വേർഷൻ എന്ന് പറയാവുന്ന ഒരു യൂസർ ഇൻ്റർഫേസ് എനിക്ക് തോന്നുന്നു Mi Band 6ന് ലഭിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ സംഗതി ബിൽഡ് ക്വാളിറ്റിയും സെൻസർ ആക്യുറസിയുമാണ്. ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ എനിക്ക് വലിയ സർപ്രൈസ് ഒന്നും ഇല്ലായിരുന്നു. കാരണം Mi Band 3 തൊട്ട് ഞാൻ കാണുന്നതാണ് നല്ല ബിൽഡ് ക്വാളിറ്റി Mi Bandകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ ഒരു ബെഞ്ച് മാർക്കായിട്ട്. അതും ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒന്ന് താഴെ പോയി, അതെ മേടിച്ച ഉടനെ തന്നെ താഴെയിട്ട്. എന്തായാലും ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബിൽഡ് ക്വാളിറ്റി ഇതിനുണ്ട്. പക്ഷേ സെൻസർ ആക്യുറസി Mi Band 3യിൽ നിന്ന് ഞാൻ നേരെ Mi Band 6ലോട്ട് വന്നതുകൊണ്ട് ഒരു വലിയ അപ്ഗ്രേഡ് പോലെ എനിക്ക് തോന്നുന്നതായിരിക്കാം.
Mi Band 3യുടെ ഒരു യൂസർ എന്ന രീതിയിൽ ആ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സെൻസർ ആക്യുറസിയുടെ കാര്യത്തിൽ ഒത്തിരിയേറെ Xiaomi മുന്നോട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്ലീപ്പ് മോണിറ്ററിങ് അല്ലെങ്കിൽ ബ്ലഡ് ഓക്സിജൻ സാച്ചുറേഷൻ അങ്ങനത്തെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചില സെൻസർ ഫങ്ഷൻസ് ഇതിൽ ലഭ്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഫീച്ചർ വീഡിയോയിലും പറയാം. ഇനി ഈ ഒരു ഡിവൈസ് നിങ്ങൾ മേടിക്കണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാം. നിങ്ങൾ തേർഡ് ജനറേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ജനറേഷൻ Mi Bandലാണ് ഇപ്പോൾ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു വർത്തി അപ്ഗ്രേഡ് തന്നെയാണിത്. പക്ഷേ Mi Band 4, Mi Band 5 ആ ഒരു കാറ്റഗറിയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നതെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ല. Mi Band 4-നൊക്കെ പിന്നെയും എന്തെങ്കിലും കുറച്ച് റീസൺസ് പറയാം. ബട്ട് Mi Band 5-ൽ നിന്ന് ഭയങ്കര ഒരു ഡിഫറൻസ് ഒന്നും നമുക്ക് പറയാനില്ല. ഇറ്റ്സ് ഗുഡ്, നമുക്ക് വലിയ മോശം പറയാനൊന്നുമില്ല. ബട്ട് നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുന്നേ 10,200 രൂപ മുടക്കി ഇപ്പം അത് ഡിച്ച് ചെയ്തിട്ട് പിന്നെയും 3,500 അല്ലെങ്കിൽ 3,000 കൊടുത്ത് മേടിക്കുക എന്ന് പറയുന്നത് അത്ര ഒരു വാല്യൂ ഫോർ മണി അല്ലെങ്കിൽ വേർത്തി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇനി രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് നിങ്ങൾ മറ്റ് കോമ്പറ്റീഷനുകളെ കൂടെ വ്യക്തമായിട്ട് അനലൈസ് ചെയ്യുക. പണ്ട് Mi Bandകൾക്ക് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു, വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിരുന്നു, കോമ്പറ്റീറ്റീവായിട്ട് പ്രൈസ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ. മാർക്കറ്റിൽ ഇഷ്ടം പോലെ ഓൾട്ടർനേറ്റീവ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഓപ്പോയുടെയും റിയൽമിയുടെയും തന്നെ ഓപ്ഷൻസ് ധാരാളം ലഭ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ കോമ്പറ്റീഷനെ കുറിച്ചൊക്കെ നന്നായിട്ട് അനലൈസ് ചെയ്ത് സ്റ്റഡി ചെയ്ത് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഒരു പർച്ചേസിലോട്ട് പോവുക. ഇനി എനിക്ക് പറയണമെന്ന് തോന്നിയൊരു സംഗതിയുണ്ട്. Xiaomi ഇതിൻ്റെ പ്രൈസ് ഇച്ചിരി കൂട്ടി സെറ്റ് ചെയ്തോ? എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. കാരണം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന UAE-ൽ ഈ ഡിവൈസ് അവൈലബിൾ ആയിട്ടുള്ളത് 2,600 രൂപ ഒക്കെ അടുത്താണ്. 2,500-600 ആ ഒരു ഗ്യാപ്പിൽ നിൽക്കും. ഇനി ഇന്ത്യയിലെ 18% GSTയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 3,000-3,100 അടുത്ത് വരെ പ്രൈസിങ് വരും. പക്ഷേ ഇന്ത്യയിലെ കോമ്പറ്റേറ്റീവ് നേച്ചർ നോക്കിയിട്ട് അവർക്കൊരു 3,000 അല്ലെങ്കിൽ അതിന് താഴെ ഇതിൻ്റെ പ്രൈസ് സെറ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ അവർ 3,500 തന്നെ ഡയറക്റ്റ് പോയി. അത് ഇച്ചിരി ഓവർ കോൺഫിഡൻസ് ആയി പോയില്ലേ എന്നെനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇതേ പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് റിയൽമിയുടെ സ്മാർട്ട് വാച്ച് 2 അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ Mi Bandലുള്ള ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ അതൊരു പ്രോപ്പർ വാച്ചാണ്. ശരിയാണ്, Mi Bandന് ഇപ്പം ഒരു സ്വിമ്മിംഗ് പൂളിൽ ഒക്കെ യൂസ് ചെയ്യാൻ Mi Band ആയിരിക്കും കംഫർട്ടബിൾ. ബട്ട് എത്ര പേര് ഒരു ബാൻഡൊക്കെ വെച്ചിട്ട് വെള്ളത്തിലെടുത്ത് ചാടുന്നുണ്ട്. സോ ജനറൽ പബ്ലിക്കിന് നോക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും റിയൽമി ഒരു ബെറ്റർ വാല്യൂ ഇവിടെ ഓഫർ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം Mi Bandലുള്ള ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും തന്നെ അവിടെ വരുന്നുണ്ട്. ബ്ലഡ് ഓക്സിജൻ സാച്ചുറേഷൻ നമുക്ക് അവിടെ മോണിറ്റർ ചെയ്യാൻ പറ്റും. ലൈവ് ഹാർട്ട് ബീറ്റ് കൗണ്ടിങ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ Xiaomi 30+ സ്പോർട്സ് മോഡ് ഓഫർ ചെയ്യുമ്പോഴേക്കും അവിടെ 90+ ആണ്. ഇങ്ങനെ പറയാൻ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. ബട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളുന്നുണ്ട്. 3,500 രൂപ കൊടുത്തിട്ട് Mi Band 6 എടുക്കുന്നതാണോ അതെയോ റിയൽമി വാച്ച് 2 എടുക്കുന്നതാണോ അല്പം കൂടെ വാല്യൂ ഫോർ മണി? ജനറൽ ഓഡിയൻസിന് ഏതായിരിക്കും അല്പം കൂടെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതുക. അടുത്ത ദിവസം ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളിലോട്ട് എത്തുന്നവരെ ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ് സൈനിങ് ഓഫ് നൗ.